കോഴിക്കോട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാംദാസ് അത്തേവാല മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ശേഷമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനായി കേന്ദ്ര സഹമന്ത്രി വോട്ട് തേടുന്നത്. NDA സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടായിരിക്കെ സ്വതന്ത്രയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തിയതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് നിലപാട്. The Republican Party of India is also supporting Nusrat Jahan here in this Kozhikode Lok Sabha constituency. But another 19 constituencies, our party is also supporting the NDA. കേന്ദ്ര സർക്കാരിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത രാംദാസ് അത്തേവാലയുടേതാണ് പ്രഖ്യാപനം. NDA ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ്. എന്നിട്ടും എന്തുകൊണ്ട് NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെ പിന്തുണയ്ക്കാതെ കോഴിക്കോട് മാത്രം സ്വതന്ത്ര സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചോദിച്ചാൽ രാംദാസ് അത്തേവാലയ്ക്ക് മറുപടിയുണ്ട്. He is also supporting the tribal students when the natural calamity came. That time her NGO is also supporting many people. ഇതൊക്കെയാണെങ്കിലും വോട്ട് തേടുന്നത് മോദി സർക്കാരിന്റെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞു തന്നെയാണ്. ഇനി ഇതിനോടുള്ള BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അതാണ് NDAയുടെ മഹത്വം. ശിവസേനയും BJPയും ഒരേ NDAയുടെ ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന മത്സരം ശിവസേനയും BJPയും തമ്മിലായിരുന്നു മഹാരാഷ്ട്രയിൽ. കേരളത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ NDAയുടെ ഭാഗമാക്കണമെന്നുള്ള ആവശ്യം BJP സംസ്ഥാന ഘടകം നേരത്തെ തള്ളിയിരുന്നു. മീഡിയ 1 കോഴിക്കോട്.